പ്രഭാതമുരളി 4/8/21. മധുരമായ കുട്ടികളെ, ഓർമ്മയിൽ ഇരിക്കുന്നതിലൂടെ നല്ല ദശ ഉണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങളുടെ മേൽ ബൃഹസ്പതി ദശയാണ്. അതിനാൽ നിങ്ങളുടേത് കയറുന്ന കലയാണ്. ചോദ്യം: അഥവാ യോഗത്തിൽ പൂർണ്ണ അറ്റൻഷൻ ഇല്ല എങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താകും? നിരന്തരം ഓർമ്മയിൽ ഇരിക്കാനുള്ള യുക്തികൾ എന്താണ്? ഉത്തരം: അഥവാ യോഗത്തിൽ പൂർണ്ണ അറ്റൻഷൻ ഇല്ല എങ്കിൽ മുന്നോട്ടു പോകവേ മായയുടെ പ്രവേശനമുണ്ടാകുന്നു, വീണുപോകുന്നു. ദേഹാഭിമാനിയായി അനേകം തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മായ തലകീഴായ കർമ്മം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു, പതീതമാക്കി മാറ്റുന്നു. നിരന്തരം ഓർമ്മയിലിരിക്കുന്നതിനായി മുഖത്തിൽ ഉരുളൻ കല്ലിടൂ, ദേഷ്യപ്പെടാതിരിക്കൂ. ദേഹസഹിതം സർവ്വതും മറന്ന് ഞാൻ ആത്മാവ്, പരമാത്മാവിൻ്റെ സന്താനമാണ് എന്നത് അഭ്യസിക്കൂ. യോഗബലത്തിലൂടെ എന്തെല്ലാം പ്രാപ്തികൾ ഉണ്ടാകുന്നു അവയെ സ്മൃതിയിൽ വയ്ക്കൂ. ഗീതം. ഓം നമഃ ശിവായ. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ തൻ്റെ ആത്മീയ പിതാവായ ശിവബാബയുടെ മഹിമ കേട്ടു. എപ്പോഴാണോ പാപം വർദ്ധിക്കുന്നത്, അതായത് മനുഷ്യർ പാപാത്മാക്കളായി മാറുന്നത്, അപ്പോൾ തന്നെയാണ് പതീത പാവനായ ബാബ വരുന്നത്. വന്ന് പതീതരെ പാവനമാക്കി മാറ്റുന്നു. ആ പരിധിയില്ലാത്ത ബാബയുടെ തന്നെ മഹിമയാണ്. ആ ഒന്നിനെ വൃക്ഷപതി എന്നും പറയുന്നു. ഈ സമയം പരിധിയില്ലാത്ത ബാബയിലൂടെ ബൃഹസ്പതിയുടെ പരിധിയില്ലാത്ത ദിശ നിങ്ങളിൽ ഉണ്ടായിരിക്കുന്നു. വിശേഷിച്ചും പൊതുവായും 2 വാക്കുകളുണ്ടല്ലോ. ഇതിൻ്റെയും അർത്ഥം ഇവിടെ തന്നെയാണ് സിദ്ധമാകുന്നത്. ബൃഹസ്പതി ദശയിലൂടെ വിശേഷിച്ച ഭാരതം ജീവൻ മുക്തമായി മാറുന്നു, അതായത് തൻ്റെ സ്വരാജ്യപദം നേടുന്നു. കാരണം ആരെയാണോ ട്രൂത്ത് എന്ന് പറയുന്നത്, ആ സത്യമായ ബാബ വന്ന് നമ്മളെ നരനിൽ നിന്നും നാരായണൻ ആക്കുന്നു. ബാക്കി ആരെല്ലാം ഉണ്ടോ അവർ നമ്പർ വൈസായി അവരവരുടെ ധർമ്മത്തിൻ്റെ സെക്ഷനിൽ പോയിരിക്കും. വരുന്നതും നമ്പർ വൈസാണ്. കലിയുഗ അന്തിമം വരെയും വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ആത്മാവിനും അവരവരുടേതായ ധർമ്മങ്ങളിൽ തൻ്റേതായ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. രാജധാനിയിൽ രാജാവ് മുതൽ പ്രജ വരെയും എല്ലാവർക്കും അവരവരുടേതായ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. നാടകമായാലും രാജാവ് മുതൽ പ്രജ വരെയും എല്ലാവർക്കും അവരവരുടേതായ പാർട്ട് അഭിനയിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കറിയാം, നമ്മുടെ മേൽ ഇപ്പോൾ ബൃഹസ്പതിയുടെ ദശ ഉണ്ടായിരിക്കുന്നു. ഒരേ ഒരു ദിവസമാണ് ഉണ്ടാകുന്നത് എന്നല്ല, അങ്ങനെയല്ല. നിങ്ങളുടെ ബൃഹസ്പതി ദശ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ കയറുന്ന കലയാണ്. എത്ര ഓർമ്മിക്കുമോ അത്രയും കയറുന്ന കലയുണ്ടാകും. ഓർമ്മ മറക്കുന്നതിലൂടെ മായയുടെ വിഘ്നം വരുന്നു. ഓർമ്മയിലൂടെ നല്ല ദശ ഉണ്ടാകുന്നു. നല്ല രീതിയിൽ ഓർമ്മിക്കുകയില്ലെങ്കിൽ തീർച്ചയായും വീഴുക തന്നെ ചെയ്യും. പിന്നെ അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടാകും. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഡ്രാമ അനുസരിച്ച് എല്ലാ ധർമ്മത്തിലുമുള്ള ആരെല്ലാം ഉണ്ടോ അവർ ഒന്നിനു പിന്നാലെയായി പാട്ട് അഭിനയിക്കുവാനായി വരുന്നു. കുട്ടികൾക്ക് അറിയാം, സ്വർഗത്തിൻ്റെ ദശ, അതായത് ജീവൻ മുക്തിയുടെ ദശ ഇപ്പോൾ നമ്മളിൽ ഉണ്ടായിരിക്കുന്നു. ഈ ഡ്രാമയുടെ ചക്രം എങ്ങനെ തിരിയുന്നു, ഇതിനെയും ഡീറ്റെയിലായി മനസ്സിലാക്കണം. ഈ സൃഷ്ടി നാടകത്തിൻ്റെ ചക്രം വിശേഷിച്ച് ഭാരതത്തിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ബാബയും ഭാരതത്തിൽ തന്നെയാണ് വരുന്നത്. ആശ്ചര്യത്തോടെ കേൾക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു, ഓടിപ്പോകുന്നു എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. നടന്ന് നടന്ന് മായയുടെ പ്രവേശനം ഉണ്ടാകുന്നത് കാരണം വീണു പോകുന്നു. യോഗത്തിൽ പൂർണ്ണ അറ്റൻഷൻ നൽകുന്നില്ല. പിന്നെ ബാബ വന്ന് സഞ്ജീവനി ഔഷധം നൽകുന്നു, അതായത് സുബോധത്തിൽ ആക്കുന്നതിനുള്ള ഔഷധം നൽകുന്നു.
ഹനുമാനും നിങ്ങളാണ്. ബാബു മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ഈ സമയം രാവണനെ ഓടിക്കുന്നതിനായി ഈ ഔഷധത്തിൻ്റെ ഗന്ധം നൽകുന്നു. ബാബു നിങ്ങൾക്ക് എല്ലാ സത്യമായ കാര്യങ്ങളും പറഞ്ഞു തരുന്നു. സത്യം ഒരേ ഒരു ബാബു തന്നെയാണ്. ആ ഒന്ന് നിങ്ങൾക്ക് വന്ന് സത്യനാരായണൻ്റെ കഥ കേൾപ്പിച്ച് സത്യയുഗം സ്ഥാപിക്കുന്നു. ഈ ഒന്നിനെ പറയുന്നത് തന്നെ ട്രൂത്ത് എന്നാണ്, സത്യം പറഞ്ഞു തരുന്നവൻ. നിങ്ങൾ ശാസ്ത്രങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് നിങ്ങളോട് ചോദിക്കുന്നു. പറയൂ, അതെ, നമ്മൾ ശാസ്ത്രങ്ങളെ എന്തുകൊണ്ട് അംഗീകരിക്കില്ല? ഇതെല്ലാം ഭക്തിമാർഗത്തിലെ ശാസ്ത്രങ്ങളാണ് എന്നറിയാം. ഇത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ജ്ഞാനവും ഭക്തിയും രണ്ട് വസ്തുവാണ്. എപ്പോൾ ജ്ഞാനം ലഭിക്കുന്നുവോ പിന്നെ ഭക്തിയുടെ എന്താവശ്യമാണ്? ഭക്തി എന്നാൽ ഇറങ്ങുന്ന കല, ജ്ഞാനം എന്നാൽ കയറുന്ന കല. ഈ സമയം ഭക്തി നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ജ്ഞാനം ലഭിച്ചു, അതിലൂടെ സദ്ഗതി ഉണ്ടാകുന്നു. ഭക്തരെ രക്ഷിക്കുന്നവൻ ഒരേ ഒരു ഭഗവാനാണ്. രക്ഷിക്കുന്നത് ശത്രുവിൽ നിന്നാണല്ലോ. ബാബു പറയുന്നു, ഞാൻ വന്ന് നിങ്ങളെ രാവണനിൽ നിന്നും രക്ഷിക്കുന്നു. രാവണനിൽ നിന്നും എങ്ങനെയാണ് രക്ഷയുണ്ടാകുന്നത് എന്ന് കാണുന്നല്ലോ. ഈ രാവണന്റെ മേൽ ജയം നേടണം. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മധുരമായ കുട്ടികളെ, ഈ രാവണൻ നിങ്ങളെ തമോ പ്രധാനമാക്കി. സത്യയുഗത്തെ പറയുന്നത് സദോ പ്രധാനം, സ്വർഗം എന്നാണ്. പിന്നെ കല കുറഞ്ഞു വരുന്നു. അന്തിമത്തിൽ എപ്പോഴാണോ തീർത്തും ദേഹാഭിമാനത്തിൽ വരുന്നത്, അപ്പോൾ പതീതമായി മാറുന്നു. പുതിയ കെട്ടിടം തയ്യാറാകുന്നു. 1 മാസത്തിന് ശേഷമോ 6 മാസത്തിന് ശേഷമോ കുറച്ചൊക്കെ കല കുറഞ്ഞു വരുന്നു. ഓരോ വർഷവും കെട്ടിടത്തിന് വെള്ള പൂശുന്നു. കലയാണെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ. പുതിയതിൽ നിന്നും പഴയത്, പഴയതിൽ നിന്നും വീണ്ടും പുതിയത്. ഇത് തുടക്കം മുതൽ ഓരോ വസ്തുവിനും ഉണ്ടായി വന്നു. ഈ കെട്ടിടം 100 150 വർഷം വരെ ഇരിക്കും എന്ന് മനസ്സിലാക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, സത്യയുഗം എന്ന് പറയുന്നത് പുതിയ ലോകം മുതലാണ്. പിന്നെ ത്രേതയിൽ 25% കുറവാണ് എന്ന് പറയും. കാരണം അല്പം പഴയതാകുന്നു. അതാണ് ചന്ദ്രവംശി. അതിൻ്റെ അടയാളം കാണിക്കുന്നതാണ് ക്ഷത്രിയൻ. കാരണം പുതിയ ലോകത്തിന് യോഗ്യമായില്ല. അതിനാൽ കുറഞ്ഞ പൊസിഷൻ ആയിപ്പോയി. എല്ലാവരും ആഗ്രഹിക്കുന്നത് കൃഷ്ണപുരിയിൽ പോകട്ടെ എന്നാണ്. രാമപുരിയിൽ പോകട്ടെ എന്നൊരിക്കലും പറയുന്നില്ല. എല്ലാവരും കൃഷ്ണപുരിയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. വൃന്ദാവനത്തിലേക്ക് പോകാം, രാധ ഗോവിന്ദനെ ഭജിക്കാം എന്ന് പാടുന്നുമുണ്ടല്ലോ. വൃന്ദാവനത്തിൻ്റെ കാര്യമാണ്, അയോധ്യയെക്കുറിച്ച് പറയില്ല. ശ്രീകൃഷ്ണനോട് എല്ലാവർക്കും വളരെ സ്നേഹമുണ്ട്. കൃഷ്ണനെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. കൃഷ്ണനെ കാണുമ്പോൾ പറയും, ഇതുപോലെ ഒരു പതിയെ ലഭിച്ചെങ്കിൽ, ഇതുപോലെ ഒരു കുട്ടിയെ ലഭിച്ചെങ്കിൽ, ഇതുപോലൊരു സഹോദരനെ ലഭിച്ചെങ്കിൽ എന്ന്. സെൻസിബിളായ ആൺകുട്ടികൾ അഥവാ പെൺകുട്ടികൾ കൃഷ്ണൻ്റെ മൂർത്തിയെ മുന്നിൽ വയ്ക്കുന്നു, ഇതുപോലൊരു കുട്ടിയെ ലഭിക്കുവാൻ. കൃഷ്ണൻ്റെ സ്നേഹത്തിൽ വളരെയധികം ഇരിക്കുന്നല്ലോ. എല്ലാവരും ആഗ്രഹിക്കുന്നത് കൃഷ്ണപുരിയാണ്. ഇപ്പോഴാണെങ്കിൽ കംസപുരിയാണ്, രാവണൻ്റെ പുരി. കൃഷ്ണപുരിക്ക് വളരെയധികം മഹത്വമുണ്ട്. കൃഷ്ണനെ എല്ലാവരും ഓർമ്മിക്കുന്നു. അതിനാൽ ബാബു പറയുന്നു, നിങ്ങൾ ഇത്രയും സമയം ഓർമ്മിച്ചു വന്നു. ഇപ്പോൾ കൃഷ്ണപുരിയിൽ പോകാനുള്ള പുരുഷാർത്ഥം ചെയ്യൂ. കൃഷ്ണൻ്റെ കുലത്തിൽ വരൂ. സൂര്യവംശി 8 കുലമാണ്. അപ്പോൾ രാജധാനിയിൽ വന്ന് രാജകുമാരനുമായി ഊഞ്ഞാലാടും വിധം ഇത്രയും പുരുഷാർത്ഥം ചെയ്യൂ. ഇത് വിവേകത്തിൻ്റെ കാര്യമാണല്ലോ. ബാബു പറയുന്നു, കുട്ടികളെ എത്ര സാധിക്കുമോ മന്മനാഭവ ആയിരിക്കൂ. ഓർമ്മയിലിരിക്കാത്തതിലൂടെ വീണു പോകുന്നു. ജ്ഞാനം ഒരിക്കലും വീഴ്ത്തുന്നില്ല. ഓർമ്മയിലിരിക്കുന്നില്ലെങ്കിൽ വീണു പോകുന്നു. ഇതിനെക്കുറിച്ച് തന്നെയാണ് അലാവുദ്ദീൻ്റെയും ഹാത്മത്തായിയുടെയും നാടകം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്.
ഓർമ്മയിലിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് വായിൽ ഉരുളം കൽ ഇടുമായിരുന്നത്. ആർക്കെങ്കിലും ക്രോധം വരികയാണ് എങ്കിൽ സംസാരിക്കുന്നു. അതിനാൽ പറയുന്നു, വായിൽ എന്തെങ്കിലും ഇടൂ. സംസാരിക്കാതിരുന്നാൽ ക്രോധം വരില്ല. ബാബു പറയുന്നു, ഒരിക്കലും ആരോടും ദേഷ്യപ്പെടരുത്. എന്നാൽ ഈ കാര്യങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കാതെ ശാസ്ത്രങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചേർത്തിരിക്കുന്നു. ബാബ യഥാർത്ഥമായത് ഇരുന്ന് മനസ്സിലാക്കിക്കുന്നു. ബാബ എപ്പോൾ വരുന്നു അപ്പോഴാണല്ലോ വന്ന് മനസ്സിലാക്കിക്കുക. ജീവിച്ചിരുന്നിട്ട് പോയവർ ആരാണോ അവരുടെ മഹിമ പാടപ്പെടുന്നു. ടാഗോർ, ഝാൻസി റാണി ജീവിച്ചിരുന്നിട്ട് പോയി, പിന്നെ അവരുടെ നാടകം ഉണ്ടാക്കുന്നു. ശരി, ശിവനും ഉണ്ടായിരുന്ന ശേഷം പോയി, അതിനാലാണല്ലോ ശിവജയന്തി ആഘോഷിക്കുന്നത്. എന്നാൽ ശിവൻ എപ്പോൾ വന്ന് എന്തു ചെയ്തു ഇതറിയില്ല. അതാണെങ്കിൽ മുഴുവൻ സൃഷ്ടിയുടെയും പിതാവാണ്. തീർച്ചയായും വന്ന് സർവർക്കും സദ്ഗതി നൽകിയിട്ടുണ്ടാകും. ഇസ്ലാമി, ബൗദ്ധർ തുടങ്ങി ആരെല്ലാം ധർമ്മം സ്ഥാപിച്ചു പോയോ അവരുടെ ജയന്തി ആഘോഷിക്കുന്നു. തിഥിയും തീയതിയും എല്ലാവരുടേതുമുണ്ട്. ഈ ഒന്നിൻ്റേത് ആർക്കും അറിയില്ല. ക്രൈസ്റ്റിന് ഇത്രയും വർഷം മുമ്പ് ഭാരതം പാരഡൈസ് ആയിരുന്നു എന്ന് പറയുന്നു. സ്വസ്തിക ഉണ്ടാക്കുമ്പോൾ അതിൽ പൂർണ്ണമായും 4 ഭാഗം ആക്കുന്നു. 4 യുഗങ്ങളാണ്. ആയുസ്, അതായത് ദൈർഘ്യം കുറയുകയോ കൂടുകയോ ചെയ്യില്ല. ജഗന്നാഥപുരിയിൽ അരിയുടെ നിവേദ്യം ഉണ്ടാക്കുന്നു. പൂർണ്ണമായും 4 ഭാഗമാക്കുന്നു. ബാബു പറയുന്നു, ഇത് ഭക്തിമാർഗത്തിൽ തകിടം മറിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബാബു പറയുന്നു, ദേഹസഹിതം ഇതെല്ലാം മറന്നേക്കൂ. ഞാൻ ആത്മാവാണ്. പരംപിത പരമാത്മാവിൻ്റെ സന്താനമാണ്. ഇത് അഭ്യസിക്കൂ. ബാബ സ്വർഗത്തിൻ്റെ രചയിതാവാണ്. അപ്പോൾ തീർച്ചയായും നമ്മളെ സ്വർഗത്തിലേക്ക് അയച്ചിട്ടുണ്ടാകും. നരകത്തിലേക്ക് അയക്കുകയില്ല. ബാബ ആരെയും നരകത്തിലേക്ക് അയക്കുന്നില്ല. ആദ്യം എല്ലാവരും സുഖം അനുഭവിക്കുന്നു. ആദ്യം സുഖം, പിന്നീട് ദുഃഖം. ബാബയാണെങ്കിൽ സർവരുടെയും ദുഃഖം ഹരിച്ച് സുഖം തരുന്നവനാണല്ലോ. ആത്മാവ് ആദ്യം സുഖവും പിന്നീട് ദുഃഖവും അനുഭവിക്കുന്നു. വിവേകവും പറയുന്നു, നമ്മൾ ആദ്യം സതോ പ്രധാനം, പിന്നെ സതോ രജോ തമോയിലേക്ക് വരുന്നു. വിദേശത്തുള്ളവർ സെൻസിബിളാണ് എന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നു. അവിടെയാണെങ്കിൽ അങ്ങനെയുള്ള ബോംബുകൾ തയ്യാറാക്കുന്നു. അതിലൂടെ ഒറ്റയടിക്ക് ഇല്ലാതാകും. ഇക്കാലത്ത് ജഡത്തെ വൈദ്യുതിയിൽ വച്ച് ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്നു. അതുപോലെ ബോംബുകൾ ഇടുന്നതിലൂടെ തീ പിടിക്കുന്നു. അപ്പോൾ മനുഷ്യനും പെട്ടെന്ന് ഇല്ലാതാകുന്നു. വൈക്കോൽ കൂനിക്ക് തീ പിടിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കൊടുങ്കാറ്റും വരുന്നു. അതിലൂടെ ഗ്രാമങ്ങൾ ഇല്ലാതാകുന്നു. പിന്നെ ആ സമയത്ത് രക്ഷിക്കാൻ സാധിക്കും വിധത്തിലുള്ള ഒരു തയ്യാറെടുപ്പും ഉണ്ടായിരിക്കുകയില്ല. വിനാശം ഉണ്ടാവുക തന്നെ വേണം. പഴയ ലോകം ഇല്ലാതാകേണ്ടതുണ്ട്. ഗീതയിലും വർണ്ണനയുണ്ട്. ബാബ മനസ്സിലാക്കിച്ചു തന്നു, യൂറോപ്പ് വാസികൾ ഈ വിധം ബോംബിടും. അതറിയാനേ കഴിയില്ല. കുട്ടികളായ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കൽപ്പത്തിലും വിനാശം സംഭവിച്ചിരുന്നു, ഇപ്പോഴും സംഭവിക്കാൻ പോകുന്നു. നിങ്ങളും കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പതുക്കെ പതുക്കെ വൃക്ഷം വളർന്നുകൊണ്ടിരിക്കും. വളർന്ന് പിന്നെ സ്ഥാപനയുണ്ടാകും. മായയുടെ കൊടുങ്കാറ്റ് വളരെ നല്ല നല്ല പുഷ്പങ്ങളെയും വീഴ്ത്തുന്നു. യോഗത്തിൽ പൂർണ്ണമായും ഇരിക്കുന്നില്ലെങ്കിൽ പിന്നെ മായ വിഘ്നമിടുന്നു. ബാബയുടെ കുട്ടിയായി പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്ത് പിന്നെ അഥവാ വികാരത്തിൽ വീണു എങ്കിൽ പേര് ചീത്തയാക്കും. പിന്നെ വളരെ ശക്തമായ ആഘാതമുണ്ടാകുന്നു. ബാബ പറയുന്നു, ഈ കാമത്തിൻ്റെ മുറിവ് ഒരിക്കലും ഏൽക്കരുത്. കുട്ടികൾക്കറിയാം, ഇവിടെ രക്തത്തിൻ്റെ നദികൾ ഒഴുകേണ്ടതുണ്ട്. സത്യയുഗത്തിൽ പാലിൻ്റെ നദികൾ ഒഴുകുന്നു. അത് പുതിയ ലോകമാണ്. ഇത് പഴയ ലോകമാണ്. കലിയുഗത്തിൽ നോക്കൂ എന്താണുള്ളത്.
പുതിയ ലോകത്തിലെ വൈഭവങ്ങളെ നോക്കൂ. ഇവിടെയാണെങ്കിൽ ഒന്നും തന്നെയില്ല. പെൺകുട്ടികൾ സാക്ഷാത്കാരത്തിൽ പോയി കണ്ട ശേഷം വരുന്നു. സൂക്ഷ്മവദനത്തിൽ മധുരപാനീയം കുടിച്ചു, ഇത് ചെയ്തു, അതെല്ലാം സാക്ഷാത്കാരമാണ്. നമ്മൾ മൂലവദനത്തിലേക്ക് പോകുന്നു എന്നും ബാബ വൈകുണ്ഠത്തിലേക്ക് അയക്കുന്നു എന്നും പറയുന്നു. ഈ എല്ലാ സാക്ഷാത്കാരങ്ങളും മറ്റും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഇതിലൂടെ ഒന്നും ലഭിക്കുന്നില്ല. വളരെയധികം പെൺകുട്ടികൾ സൂക്ഷ്മവദനത്തിൽ പോകുമായിരുന്നു, മധുരപാനീയവും മറ്റും കുടിക്കുമായിരുന്നു. ഇന്ന് ഇല്ല. നല്ല നല്ല ഫസ്റ്റ് ക്ലാസ് കുട്ടികൾ അപ്രത്യക്ഷമായി. വളരെയധികം ധ്യാന സാക്ഷാത്കാരങ്ങളിൽ പോകുന്നവർ പോയി വിവാഹം ചെയ്തു. അതിശയം തോന്നുന്നു. മായ എങ്ങനെയുള്ളതാണ്! ഭാഗ്യത്തിൽ എങ്ങനെ കീഴ്മയിലാക്കുന്നു! വളരെ പേർ നല്ല നല്ല പാട്ട് അഭിനയിച്ചു. ആവശ്യമുള്ള സമയത്ത് വളരെ സഹായവും ചെയ്തു. എങ്കിലും ഇന്നില്ല. അതിനാൽ ബാബ പറയുന്നു, മായ, നീ വളരെ ശക്തിശാലിയാണ്. മായയോട് നിങ്ങളുടെ യുദ്ധം നടക്കുന്നു. ഇതിനെ പറയുന്നത് യോഗബലത്തിൻ്റെ യുദ്ധം എന്നാണ്. യോഗബലത്തിലൂടെ എന്ത് പ്രാപ്തി ഉണ്ടാകുന്നു ഇതാർക്കും അറിയില്ല. കേവലം ഭാരതത്തിൻ്റെ പ്രാചീന യോഗം എന്ന് പറയുന്നു. മധുരമധുരമായ കുട്ടികൾക്ക് യോഗത്തെക്കുറിച്ച് മനസ്സിലാക്കിച്ചു തരുന്നു. പ്രാചീന രാജയോഗം എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. ഏതെല്ലാം ഫിലോസഫേഴ്സും മറ്റുമുണ്ടോ, ആരിലും ഈ സ്പിരിച്വൽ നോളജ് ഇല്ല. ആത്മീയ അച്ഛൻ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ സാഗരം. ആ ഒന്നിനെ കുറിച്ച് തന്നെയാണ് ശിവായ നമ എന്ന് പാടുന്നത്. ആ ഒന്നിൻ്റെ തന്നെ മഹിമ പാടപ്പെട്ടിരിക്കുന്നു. ബാബ വന്ന് നിങ്ങൾക്ക് എത്ര ജ്ഞാനം മനസ്സിലാക്കിച്ചു തരുന്നു. ഇതിനെ ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം എന്ന് പറയുന്നു. സ്വയം ത്രികാലദർശി എന്ന് പറയുവാൻ സാധിക്കും വിധം ആരിലും ശക്തിയില്ല. ത്രികാലദർശി കേവലം ബ്രാഹ്മണർ തന്നെയാണ് ആകുന്നത്. ആ ബ്രാഹ്മണരിലൂടെ യജ്ഞം രചിച്ചിരിക്കുന്നു. രുദ്രജ്ഞാന യജ്ഞമാണല്ലോ. രുദ്രൻ എന്ന് ശിവനെയും പറയുന്നു. അനേകം നാമങ്ങൾ വച്ചിരിക്കുന്നു. ഓരോ ദേശത്തിലും വ്യത്യസ്തമായ നാമങ്ങൾ വളരെയുണ്ട്. ഒരു ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ഇത്രയും നാമങ്ങളില്ല. ബബിൾനാഥ് എന്നും ഈ ഒന്നിനെ പറയുന്നു. മുള്ളുകൾ ഒന്നിനെ ബബിൾ എന്ന് പറയുന്നു. ബാബ മുള്ളുകളെ പുഷ്പമാക്കുന്നവനാണ്. അതിനാൽ ആ ഒന്നിനെ ബബിൾനാഥ് എന്ന് നാമം വച്ചിരിക്കുന്നു. ബോംബെയിൽ അവിടെ വളരെ വലിയ മേളം നടക്കുന്നു. അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ആ ഒന്നിൻ്റെ ശരിയായ നാമം ശിവൻ എന്നാണ്. വ്യാപാരികളും ബിന്ദുവിനെ ശിവൻ എന്ന് പറയുന്നു. 1, 2 എന്ന് എണ്ണി 10 എത്തുമ്പോൾ ശിവ് എന്ന് പറയുന്നു. ബാബയും പറയുന്നു, ഞാൻ ബിന്ദുവാണ്, സ്റ്റാറാണ്. വളരെ പേർ ഇങ്ങനെ ഡബിൾ തിലകവും കൊടുക്കുന്നു. മാതാവും പിതാവും. ജ്ഞാന സൂര്യൻ്റെയും ജ്ഞാന ചന്ദ്രൻ്റെയും അടയാളമാണ്. അവർ അർത്ഥം അറിയുന്നില്ല. ബാബ യോഗത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കുകയായിരുന്നു. യോഗം എത്ര പ്രശസ്തമാണ്! ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ യോഗം എന്ന വാക്ക് വിട്ടേക്കൂ, ഓർമ്മിക്കൂ. ബാബ പറയുന്നു, യോഗം എന്ന വാക്കിലൂടെ മനസ്സിലാക്കില്ല, ഓർമ്മയിലൂടെ മനസ്സിലാക്കും. ബാബയെ വളരെയധികം ഓർമ്മിക്കണം. ആ ഒന്നിനെ വരൻ എന്നും പറയുന്നു. പട്ടമഹിഷി ആക്കുന്നുവല്ലോ. വിശ്വത്തിൻ്റെ രാജധാനിയുടെ സമ്പത്ത് ബാബ നൽകുന്നു. സത്യയുഗത്തിൽ ഒരു അച്ഛനാണ് ഉണ്ടായിരിക്കുന്നത്. ഭക്തി മാർഗത്തിൽ 2 അച്ഛൻ. ജ്ഞാനമാർഗത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് 3 അച്ഛനാണ്. എത്ര വണ്ടറാണ്! നിങ്ങൾ അർത്ഥസഹിതം അറിയുന്നു. സത്യയുഗത്തിൽ എല്ലാവരും സുഖം അനുഭവിക്കുന്നവർ തന്നെയാണ്. അതിനാൽ പാരലൗകിക ബാബയെ അറിയുന്നതേയില്ല. ഇപ്പോൾ നിങ്ങൾ 3 ബാബയെയും അറിയുന്നു. എത്ര സഹജമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം:
ഓർമ്മയിലിരിക്കുന്നതിനായി മുഖത്തിലൂടെ യാതൊന്നും പറയാതിരിക്കൂ. വായിൽ ഉരുളൻ കല്ലിടൂ. അപ്പോൾ ക്രോധം ഇല്ലാതാകും. ആരോടും ദേഷ്യപ്പെടരുത്. ഈ ദുഃഖധാമത്തിന് ഇപ്പോൾ തീ പിടിക്കേണ്ടതുണ്ട്. അതിനാൽ ഇതിനെ മറന്ന് പുതിയ ലോകത്തെ ഓർമ്മിക്കണം. ബാബയോട് പവിത്രമായിരിക്കുന്നതിൻ്റെ പ്രതിജ്ഞ ചെയ്തതിൽ ഉറച്ചിരിക്കണം. വരദാനം: പവിത്രതയുടെ ആധാരത്തിൽ സുഖവും ശാന്തിയും അനുഭവിക്കുന്ന നമ്പർ 1 അധികാരിയായി ഭവിക്കട്ടെ. ഏത് കുട്ടികളാണോ പവിത്രതയുടെ പ്രതിജ്ഞയെ സദാ സ്മൃതിയിൽ വയ്ക്കുന്നത്, അവർക്ക് സുഖത്തിൻ്റെയും ശാന്തിയുടെയും അനുഭൂതി സ്വതവേ ഉണ്ടാകുന്നു. പവിത്രതയുടെ അധികാരം എടുക്കുന്നതിൽ നമ്പർ 1 ആയിരിക്കുക എന്നാൽ സർവപ്രാപ്തികളിലും നമ്പർ 1 ആവുക എന്നാണ്. അതിനാൽ പവിത്രതയുടെ ഫൗണ്ടേഷനെ ഒരിക്കലും ദുർബലമാക്കരുത്. അപ്പോൾ തന്നെയാണ് ലാസ്റ്റ് സോ ഫാസ്റ്റായി പോകുന്നത്. ഈ ധർമ്മത്തിൽ സദാ സ്ഥിതി ചെയ്യണം. എന്തും സംഭവിച്ചു കൊള്ളട്ടെ, വ്യക്തിയോ പ്രകൃതിയോ പരിതസ്ഥിതിയോ എത്ര തന്നെ കുലുക്കട്ടെ, എന്നാൽ ഭൂമി പിളർന്നാലും ധർമ്മം ഉപേക്ഷിക്കരുത്. സ്ലോഗൻ: വ്യർത്ഥത്തോട് ഇന്നസെൻ്റ് ആകൂ, എങ്കിൽ സത്യം സത്യമായ സെയിൻറ്റ് ആയി മാറും. ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ തിളങ്ങുന്ന എൻ്റെ ആത്മനക്ഷത്രത്തിൽ നിന്നും തേജസ്വി കിരണങ്ങൾ നാനാഭാഗത്തേക്കും വ്യാപിക്കുകയാണ്. ഈ ദേഹി അഭിമാനി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യവേ ഞാൻ ബാബ്ദാദയുടെ മധുരമായ സാന്നിധ്യം അനുഭവിക്കുന്നു. എൻ്റെ ദിവ്യ നേത്രത്തിലൂടെ ബാബ്ദാദയെ ഞാൻ സ്പഷ്ടമായി മുന്നിൽ കാണുകയാണ്. ബാബ്ദാദയിൽ നിന്നും എൻ്റെ നേർക്ക് വരുന്ന പവിത്ര സ്നേഹത്തിൻ്റെ ദൃഷ്ടി എന്നെ സമ്പന്നവും സന്തുഷ്ടവും ആക്കുകയാണ്. ബാബ്ദാദയുടെ വരദാനി ഹസ്തം ഞാൻ എൻ്റെ ശിരസിൽ അനുഭവിക്കുകയാണ്. ബാബ്ദാദയുടെ ഹസ്തത്തിൽ നിന്നും ശക്തികളുടെ വൈബ്രേഷൻസ് എന്നിൽ ഉൾക്കൊള്ളപ്പെടുന്നു. ഈ ശക്തിശാലി സ്ഥിതി അനുഭവിക്കവേ ഒരു സെക്കൻഡിൽ എൻ്റെ ദിവ്യ ബുദ്ധിയിലൂടെ ഞാൻ പരമധാമത്തിൽ എത്തിച്ചേരുകയാണ്.
ഈ വിദേഹ്യാവസ്ഥയിൽ സ്ഥിതി ചെയ്യവേ പരമധാമത്തിൽ മധുരമായ ബാബയുടെ ദിവ്യ തേജസ്വി സ്വരൂപം എൻ്റെ ദിവ്യ നേത്രത്തിലൂടെ ഞാൻ കാണുകയാണ്. ആ മഹാശക്തിയുടെ ദിവ്യ സാന്നിധ്യം എൻ്റെ ദിവ്യ ബുദ്ധിയിലൂടെ ഞാൻ അനുഭവിക്കുന്നു. സർവശക്തിവാനായ ശിവ് ബാബ എന്നിലേക്ക് തൻ്റെ സർവശക്തികളും വർഷിക്കുകയാണ്. പരമാത്മാ ശക്തികളുടെ തേജസ്വി കിരണങ്ങൾ എന്നെ സർവശക്തി സ്വരൂപമാക്കി മാറ്റുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിലിരുന്നു കൊണ്ട് ഞാൻ മുഴുവൻ ലോകത്തിലെ ആത്മാക്കൾക്കും പ്രകൃതിക്കും സദോ പ്രധാനതയുടെ ഈശ്വരീയ ശക്തി പകർന്നു നൽകുകയാണ്. സർവ ആത്മാക്കളിലും പ്രകൃതിയിലും സദോ പ്രധാന അവസ്ഥ എമർജ് ആകട്ടെ.